തമിഴ്നാട് സ്റ്റൈൽ ബോളിയാണ് കേട്ടോ. പല സ്ഥലത്തും ബോളി ഉണ്ടാക്കുക പല ടൈപ്പിലാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ട് ശേഷം ഉണ്ടാക്കി നോക്കിയത് അത്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇത് ഉണ്ടാക്കാനും നല്ല എളുപ്പമായി തോന്നി കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് അളവിൽ ഞാൻ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കുന്നതിൻ്റെ അളവിനനുസരിച്ച് സാധനങ്ങൾ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു ചെറിയ സ്പൂണിന് 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മഞ്ഞൾപ്പൊടി ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി പൊടിച്ചത് കൊണ്ട് നല്ല കളർ കിട്ടും. അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ അളവിൽ ചേർത്തത്. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിയാണ്, അധികം കളർ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/2 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഞാൻ ഈ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളിത് വെള്ളം ഒഴിക്കുമ്പോൾ നോക്കുക, നിങ്ങളെ മാവിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളെ ചപ്പാത്തിക്ക് എങ്ങനെയാണോ കുഴയ്ക്കുന്നത് അതേപോലെ അതേ കട്ടിയിൽ കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നല്ലപോലെ കുഴച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ എണ്ണ തടവി കൊടുത്തിട്ട് ഇത് നമ്മളൊരു 1 മണിക്കൂറെങ്കിലും മാക്സിമം റെസ്റ്റ് ചെയ്യാൻ വെക്കും. ഞാൻ ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ആ സമയത്ത് നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊട്ടുകടല വേണം അതിലേക്ക്. അപ്പോൾ പൊട്ടുകടല പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഈ കടലയാണ് കേട്ടോ. അത് നമ്മൾ നല്ലപോലെ ലോ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. വറുത്തെടുക്കൊന്നും വേണ്ട, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നമുക്കൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചൂടാക്കി എടുക്കുന്ന സമയത്ത് ഒന്ന് നന്നായി പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ നല്ലപോലെ ഇതൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടത് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. എന്താ പറയുക, ഇതുപോലെ പൊട്ടുകടലയൊന്നും വെളിയിലേക്ക് കാണരുത്, നല്ല ഫൈനായിട്ട് പൊടിയായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് വറുത്തെടുത്തതൊന്ന് സൈഡിലേക്ക് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ആ നേരം കൊണ്ട് നമ്മൾ ശർക്കര പാവ് കാച്ചാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 3 ശർക്കര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് നിങ്ങൾ എടുക്കുന്ന മാവിനനുസരിച്ചും ശർക്കരയുടെയും തേങ്ങയുടെയും ഒക്കെ അളവ് കൂട്ടാട്ടോ. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പാവ് കാച്ചാൻ വേണ്ടി അടച്ച് വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ പൊട്ടുകടല ഒന്ന് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ആ നേരം കൊണ്ട് ഇനി നമുക്ക് നമ്മുടെ ശർക്കര ഈ പാവ് കാച്ചി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ 1 കപ്പ് അളവിൽ ഒരു 1/2 കപ്പ് അളവിൽ ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മാവൊക്കെ പൊടിയൊക്കെ അളന്നെടുത്ത കപ്പ് തന്നെയാണ് കേട്ടോ. അതിന് 1/2 കപ്പ് അളവിൽ ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ഈ പൊടിച്ച് വെച്ച പൊട്ടുകടല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ സിമ്മിലിട്ടിട്ടോ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നൊന്ന് കുറുകി ഒരു കട്ടിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കുക. കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ കട്ടിയായി നമുക്ക് ബോളാക്കി എടുക്കാൻ പാകത്തിനായി കിട്ടും. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിൽ ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ. തണുത്ത ശേഷം നമ്മൾ കയ്യിൽ കുറച്ച് നെയ്യോ എണ്ണയോ ഒന്ന് തടവി കൊടുത്തിട്ട് ഇത് ബോളാക്കി നമുക്ക് നല്ല കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ തണുക്കുന്ന സമയത്ത് ഞാൻ ഒന്ന് ടെറസിൻ്റെ മുകളിൽ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല മഴ വരുന്ന സമയമാണ്. ഇപ്പോൾ എല്ലാവരുടെയും മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ ബാക്ക് നോക്കുമ്പോൾ തന്നെ പാടാണ്. ആ കാണുന്നത് ഇപ്പോൾ ഉഴുത് മറിച്ചിട്ടതാട്ടോ, ഞാറ് നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു 1.5 മണിക്കൂറിന് ശേഷം ഞാൻ നമ്മുടെ മാവ് എടുത്ത് നോക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് വലിക്കുമ്പോൾ നമ്മളെ മാവ് മുറിഞ്ഞ് വരില്ല. അതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഞാൻ ഇങ്ങനെ വലിക്കുന്ന സമയത്ത് മുറിഞ്ഞിട്ടേ വരുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ. ഇങ്ങനെ ഈ ഒരു പരുവത്തിലാണെങ്കിൽ നമ്മളെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് നല്ലപോലെ ഉരുട്ടി ബോളാക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മാവ് കൊണ്ട് ഞാൻ 7 ബോളി ഉണ്ടാക്കുന്നുണ്ട്. 7 ബോളായിട്ടാണ് ഞാൻ ഉരുട്ടിയെടുക്കുന്നത്. നമ്മൾ അത്യാവശ്യം കട്ടിക്ക് തന്നെ ഉണ്ടാക്കുക കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് എന്താ പറയുക, നൈസായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബോളിയുടെ നമ്മൾ വെക്കുന്ന ആ ശർക്കരയുടെ ഇതൊക്കെ പുറത്തേക്ക് പരത്തിയെടുക്കുന്ന സമയത്ത് വെളിയിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കട്ടിക്ക് തന്നെ ബൗളാക്കി ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഒരു ടേബിൾ ടോപ്പിലോ എന്തൊരു ചപ്പാത്തി പരത്തുന്ന പലകയിലോ എണ്ണ തടവിയിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുത്ത ശേഷം നമ്മൾ അതിലേക്ക് ബൗളാക്കി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ശർക്കരയുടെയും തേങ്ങയുടെയും ആ ഒരു ബൗളില്ലേ, അത് നമുക്കിത് അതിനകത്ത് വെച്ച് കൊടുത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചിടാതെ ഇങ്ങനെ തന്നെ പരത്തി കൊടുക്കുക. നമ്മൾ തിരിച്ചിട്ട് പരത്തുകയാണെങ്കിൽ നമ്മുടെ ആ ബൗൾ വെളിയിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ കട്ടിക്കൊന്ന് പരത്തിയെടുക്കുക കേട്ടോ. നല്ല വലുതാക്കി പരത്തണ്ട, കുറച്ച് കട്ടിക്ക് തന്നെ പരത്തി കൊടുത്തിട്ട് നമ്മൾ പാനിൽ ഇതുപോലെ എണ്ണ തടവി കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് മുകളിലും കുറച്ച് എണ്ണ തേച്ച് കൊടുത്ത് തിരിച്ചും മറിച്ചും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, ഉള്ളു വെന്ത് കിട്ടില്ല കേട്ടോ നമ്മുടെ മാവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചിട്ട് 3 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ പൊങ്ങി വരുന്നു, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കഴിക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ തന്നെ തനിച്ച് കഴിക്കുക ചെയ്ത്. കാരണം ഇതിൻ്റെ കൂടെ ഇനിയിപ്പോൾ പായസം ഒഴിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇത് തന്നെ മധുരട്ടതുകൊണ്ട് ഇതിങ്ങനെ തന്നെ തയ്ച്ച് കഴിക്കാൻ ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ നിങ്ങൾ പായസമൊക്കെ വെക്കുന്ന സമയത്താണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല അടിപൊളിയായിട്ട് സൂപ്പർ ടേസ്റ്റ് കഴിക്കുക. പിന്നെ നെയ്യിൻ്റെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ, നെയ്യൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും ഞാൻ നല്ലപോലെ ബൗളായി പൊങ്ങി വന്നതിനെ കൊണ്ട് അങ്ങനെ തുറക്കുമ്പോൾ തന്നെ നല്ലപോലെ 2 ലെയറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ടാറ്റാ.